ശ്രീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇവന്റെ കാര്യത്തിൽ താൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? സന്ദീപിന്റെ കല്യാണക്കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ ശ്യാമിലിയുടെ ഫാമിലിയുമായിട്ട് ഒരു അലയൻസിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറെ കൊള്ളാവുന്ന പ്രപ്പോസൽസ് ഏതെങ്കിലും നോക്കാം. അന്ന് പറഞ്ഞ പോലെ നല്ലൊരു മാട്രിമോണി സൈറ്റിലോ മറ്റോ രജിസ്റ്റർ ചെയ്താലോ? വരട്ടെ, തൽക്കാലത്തേക്ക് ഇപ്പൊ ആലോചനകളൊന്നും വേണ്ട. കല്യാണം കുറച്ച് കഴിഞ്ഞിട്ട് മതി. കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ എത്ര നാളെ താൻ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ എങ്ങനെ പോയാലും 3-4 മാസം കഴിയട്ടെ. അത് കഴിഞ്ഞ് നോക്കിയാ മതിയെന്നാ പണിക്കര് സാറും പറഞ്ഞത്. മൂന്നാല് മാസം കഴിയുമ്പോ നിന്റെ മകൻ ജീവിച്ചിരിക്കില്ലല്ലോ ശ്രീകളെ. അപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ച മട്ടിൽ തന്നെ നടക്കും. നന്നായി. പണിക്കർ സാറ് പറഞ്ഞോ കല്യാണം 3-4 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്? പക്ഷേ ഇതേ പണിക്കർ സാറ് തന്നെയല്ലേ എത്രയും വേഗം ഇവനെ കല്യാണം കഴിപ്പിക്കണോന്ന് അന്ന് നമ്മളോട് പറഞ്ഞത്? ആ, അന്ന് അങ്ങനെ പറഞ്ഞത് ഇവന്റെ സമയം കൊള്ളായിരുന്നതുകൊണ്ട്. ഇപ്പൊ അത് നീട്ടിവെക്കാൻ പണിക്കർ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ദേ ഇവൻ തന്നെയാ. ആ കാലദോഷം തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയായിരിക്കും കുറച്ചു കഴിഞ്ഞിട്ട് മതിയെന്ന് ഇപ്പൊ സാറ് പറയാൻ കാരണം. എല്ലാരും കൂടി ഓരോന്ന് വരുത്തി വെച്ചിട്ട് മൂന്ന് മാസത്തിനകം ഘോര പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ഒന്നും ഭയക്കാനില്ല. ഒക്കെ എന്റെയും ഡാഡിയുടെയും കൈപ്പിടിയിലാവും. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അമ്മേ, അത് ഞാൻ... അമ്മ എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ അമ്മയോട്... വേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അമ്മേ, ദേ ഇത് മൂകാംബിയെന്ന് പൂച്ചു കൊണ്ടുവന്ന ചരടാ. ഇത് കൈ കെട്ടിയ അമ്മയുടെ പേടിയും സങ്കടവും എല്ലാം മാറിക്കോടും. ആ, അവിടെ വെച്ചേക്ക്, ഞാൻ സൗകര്യം പോലെ കെട്ടാം. അല്ലമ്മേ, ഞാൻ കെട്ടിത്തരാം അമ്മയ്ക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അവിടെ വെച്ചിട്ട് പോവാൻ നോക്കിയേ. കുറച്ചു നേരം ഞാൻ തനിച്ചിരുന്നോട്ടെ.